പാപ്പിനിശ്ശേരി തുരുത്തിയിൽ പ്ലൈവുഡ് ഫാക്ടറിയിൽ തീപിടുത്തം. ചെമ്പകാര പ്ലൈവുഡ്സ് ആൻഡ് ബയോഫ്യൂവൽസിലാണ് തീപിടുത്തമുണ്ടായത്. 10 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. മെഷീനിന് അടിയിലാണ് തീ കണ്ടത്. മെയിന്റനൻസിനായി ഇവിടുത്തെ ഷീറ്റ് അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. വിവരമറിയിച്ചതിനെ തുടർന്ന് കണ്ണൂരിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. തീ അണക്കാനുള്ള ശ്രമം തുടരുന്നതിനിടെ തളിപ്പറമ്പിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും ഓരോ യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം പുലർച്ചെ ഒരു 3:15-3:30 കൂടിയിട്ട് ആണ് തീപിടുത്തം ഉണ്ടായത്. പിന്നെ കണ്ണൂരിൽ നിന്നും 3 യൂണിറ്റ് ഉടനടി ഇവിടെ എത്തി. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തളിപ്പറമ്പിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും ഓരോ യൂണിറ്റ് വീതം എത്തി. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. പിന്നെ നഷ്ടമൊന്നും കണക്കാക്കിയിട്ടില്ല. ഏകദേശം ഒരു 20ഓളം സേനാംഗങ്ങൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കോട്ടയം സ്വദേശി പ്രദീപ്, പെരുമ്പാവൂർ സ്വദേശി ഹംസ എന്നിവരുടെ പാർട്ട്ണർഷിപ്പിലുള്ള ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഞങ്ങൾ 2 പാർട്ട്നേഴ്സാണ്. പ്രദീപ്, ഞാൻ ഹംസ, ഞാൻ പെരുമ്പാവൂർ, പ്രദീപ് കോട്ടയം. തീ കണ്ടത് എവിടെയാണ്? തീ കണ്ടത് ഞങ്ങൾ മെഷീൻ്റെ അടിയിലാണ് കണ്ടത്. വയർ ഷോട്ടാണോ? വയർ ഷോട്ടാണോ ഒന്നും പറയാൻ പറ്റില്ല. പുറമേ നിന്ന് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം മെയിൻ്റനൻസിന് വേണ്ടി അവിടെ ഡോറ് ഷീറ്റ് അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തോടെയാണ് വയറിൽ കാണുന്നത്. ഇങ്ങനെ നമ്മുടെ പാർട്ണർ പ്രദീപയുടെ ഓഫീസിലുണ്ടായിരുന്നു. രാത്രിയുടെ റൂമിലേക്ക് പോയില്ല. അവിടെ തന്നെ കിടന്നു. തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. നിരവധി ഫാക്ടറികൾ തീപിടുത്തമുണ്ടായ ഫാക്ടറിക്ക് സമീപത്തായി പ്രവർത്തിക്കുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ സംയോജിതമായ ഇടപെടലിൽ തൊട്ടടുത്ത ഫാക്ടറിയിലേക്ക് തീ പടരുന്നത് തടയാനായി. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.